ഈശോയിൽ എത്രയും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പിൽ നമുക്കറിയാം, പരിത്യാഗങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിത്യാഗങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളുമെല്ലാം നമ്മളെ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്കാണ് നയിക്കുക. ഈ സഹനങ്ങൾക്കപ്പുറം വലിയ മഹത്വമുണ്ട്, വലിയ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഈ മാസം ഏപ്രിൽ 11-ാം തീയതി വെള്ളിയാഴ്ച, 40-ാം വെള്ളിയാഴ്ചയാണല്ലോ. അന്നേ ദിവസം നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ഫൊറോനയിലേക്ക് നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി മുന്നേറുകയാണ്. അന്നേ ദിവസം തോമാപുരം, മേരിഗിരി ഫൊറോനകളിൽ നിന്നും ചെറുപുഴ ഫൊറോന ഇടവകയിലേക്ക് കുരിശിൻ്റെ വഴിയായിട്ടാണ് നമ്മൾ വരുന്നത്. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കാനും അവൻ്റെ പീഡാനുഭവ യാത്രയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ലഭിക്കുന്ന അവസരമാണല്ലോ ഇത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കിത് വലിയൊരു അവസരമായി പ്രയോജനപ്പെടുത്താം. പ്രത്യേകമായിട്ട് പരിശുദ്ധ പാപ്പ ഈ വർഷം തീർത്ഥാടനങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ കുരിശിൻ്റെ വഴി വലിയൊരു തീർത്ഥാടനമാണ്. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളുമാണ്. ഈ ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്യ പിതാവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും അൽമായരും ഒന്നു ചേർന്നുകൊണ്ട് അതിരൂപതയെ മുഴുവൻ പ്രതിനിധീകരിച്ച് നമ്മൾ നടത്തുന്ന ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥന തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ കരുത്തു പകരും. മാത്രമല്ല, നമ്മുടെ അതിരൂപതയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇത് ദണ്ഡവിമോചനത്തിൻ്റെ വലിയൊരു അവസരമാണല്ലോ. നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിൽ ആദ്യം മുതൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ അവസാനം കുരിശിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈശോയുടെ കുരിശ് നമുക്ക് സംരക്ഷണമാകട്ടെ. മാത്രമല്ല, ആ കുരിശിലൂടെ നമുക്ക് മഹത്വം പ്രാപിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.